Welcome back to Sobha Tailors. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് Manju Warrier inspired കുർത്തിയുടെ പാർട്ട് 2 വീഡിയോ ആണ്. അതായത് ഷ്രഗ് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 മീറ്റർ റയോൺ ഫാബ്രിക് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ തുണി ഒന്ന് നിവർത്തിയെടുക്കുക. നിവർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കുർത്തിക്ക് എടുത്ത ലെങ്ത് 41 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഷ്രഗിന് നമ്മൾ എടുക്കുമ്പം 1 ഇഞ്ചും കൂടെ കൂട്ടി 42 ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ 42നോട് കൂടി നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ ചേർക്കണം. അപ്പം 43.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും റോങ് സൈഡിലോട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കി എടുത്തതിന് ശേഷം കണ്ടോ, ബാക്കി മിച്ചം വരുന്ന എക്സസ് ആയിട്ടുള്ള വരുന്ന ആ ഫാബ്രിക് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിനുശേഷം നമ്മൾ ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഈ സൈഡ് കണ്ടോ, ഈ ഫോൾഡഡ് സൈഡ് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് 2 പീസ് കിട്ടും. അതിൽ ഒരു പീസ് എടുത്ത് നമ്മൾ ഇത് കണ്ടോ, ഇതുപോലെ നടുവേ മടക്കിയിടുക. ഇത് ബാക്ക് പീസ് ആണ് കേട്ടോ. ഇത് പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്തതിന് ശേഷം ഇനി ഇത് ഫോൾഡഡ് സൈഡ് ആണ്. അപ്പൊ ഫോൾഡഡ് സൈഡിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് എടുത്ത് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക. അപ്പം രണ്ടും ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ റോങ് സൈഡിലോട്ടാണ് മടക്കുന്നത് കേട്ടോ. അപ്പം റോങ് സൈഡിലോട്ട് മടക്കിയതിന് ശേഷം അതിന്റെ ഓപ്പൺ സൈഡ് നമ്മളിപ്പോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ഇഞ്ച് ലൈൻ ഇല്ലേ, ആ ലൈനിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ മേളിൽ നോക്കി അൺഇവൻ ആയിട്ടുള്ള സൈഡാണ്, അതായത് കയറി ഇറങ്ങി നിപ്പുണ്ട്. സോ അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നമ്മളൊന്ന് നേരെയാക്കുക. പിന്നെ ഈ ലൈനിന് താഴെ വേണം നമ്മൾ മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ മെഷർമെന്റ് 14 ഇഞ്ചാണ്. സോ അതിന്റെ പകുതി നമ്മൾ ആ ഫോൾഡഡ് സൈഡിന്റെ ആ ഭാഗത്ത് നിന്ന് വേണം മാർക്ക് ചെയ്യാൻ. 7 ഇഞ്ച് ഇതേപോലെ കറക്റ്റ് ആ ഫോൾഡഡ് സൈഡിൽ നിന്നും മാർക്ക് ചെയ്യണം. ഓപ്പൺ സൈഡിന്റെ അവിടെ നിന്നല്ല, ഫോൾഡഡ് സൈഡിന്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് 4 ഇഞ്ച് നമ്മൾ സീം അലവൻസിനും കൂടി മാർക്ക് ചെയ്യുക. ടോട്ടൽ 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ആം ഹോൾ നമ്മൾ ഷോൾഡർ മെഷർമെന്റ് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. സോ ആ 7 ഇഞ്ച് തന്നെ ആം ഹോളിന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ലൈൻ ഫോൾഡഡ് സൈഡിലേക്ക് വരച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ വേണം നമ്മൾ ബേസ് റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ എന്റെ മെഷർമെന്റിൽ ബേസ് റൗണ്ട് എന്ന് പറയുന്നത് 34.5 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1/2 ഇഞ്ച് കൂട്ടുക. അപ്പം 9.1 വരും. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബേസ് പോയിന്റ് അവിടെ നിന്ന് കറക്റ്റ് ഒരു 7 ഇഞ്ച് താഴെയായിരിക്കും വേസ്റ്റ് പോയിന്റ് വരുന്നത്. സോ ഇനി വേസ്റ്റ് മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നത് ഈ പോയിന്റിലായിരിക്കണം. അപ്പം വേസ്റ്റ് മെഷർമെന്റിന്റെ നമ്മൾ 4 കണ്ടുപിടിക്കുക. അതായത് വേസ്റ്റ് മെഷർമെന്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഒരു 1/2 ഇഞ്ച് എടുക്കുക. അപ്പൊ എന്റെ മെഷർമെന്റിൽ ഇത് ചെയ്യുമ്പോൾ എനിക്ക് 8 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. സോ നമ്മൾ ബേസ് പോയിന്റ് അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്നും സീം അലവൻസ് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തത് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ബാക്ക് ആം ഹോൾ കർവ് ആണ്. ശേഷം നമ്മൾ ഈ ആം ഹോൾ ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. ഉള്ളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രണ്ട് ആം ഹോൾ കർവ് ആണ്. ഇനി നമ്മൾ നെക്ക് വിട്ട് മാർക്ക് ചെയ്യുക. ഈ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്നും 3 ഇഞ്ച് അകത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് എടുക്കുക. നമ്മൾ അൺഇവൻ ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടി ആ വരച്ച സ്ട്രെയിറ്റ് ലൈനിന്റെ ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയുക. ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക. ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം ഇനി നമ്മൾ നെക്ക് വിട്ട് ഒന്നുകൂടെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് 3 ഇഞ്ചാണ്. ഇനി നെക്ക് ലെങ്ത് നമ്മൾ എടുക്കുന്നത് 1.5 ഇഞ്ചാണ്.
അപ്പോൾ ഇതിനി നമ്മളൊരു ബോക്സ് ഷേപ്പ് പോലെ വരച്ചു കൊടുത്തിട്ട് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ബാക്ക് നെക്ക് ലൈന് വരച്ചു കഴിഞ്ഞു. ഇനി ഫ്രണ്ടില് നമ്മൾ 2 ഇഞ്ച് കണ്ടോ, 2 ഇഞ്ച് ഓപ്പൺ സൈഡിൽ നിന്നും ഇതേപോലെ വരച്ചു കൊടുക്കുക. മാർക്ക് ചെയ്ത് പോവുക. അതിനുശേഷം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇത് ഫോൾഡ് ചെയ്ത് തയ്ക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത്. ശേഷം ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് ആംഹോൾ ലൈനിൽ നിന്നും താഴ്ത്തി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നെക്ക് വിട്ട് പോയിന്റുമായിട്ട് യോജിപ്പിക്കുക. ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് വരച്ച് യോജിപ്പിക്കുക. നമ്മുടെ ഹിപ്പിന്റെയും ബേസ്റ്റിന്റെയും ഭാഗം വരച്ച് യോജിപ്പിക്കുക. ശേഷം ഇനി നമ്മൾ ഈ വേസ്റ്റ് പോയിന്റിൽ നിന്നും താഴേക്ക് താഴത്തെ കോർണറിലേക്ക് ഇതേപോലെ നമ്മളൊരു സ്ലാൻഡിങ് ലൈൻ വരച്ചു പോവുക. ശേഷം നമ്മളൊരു 2 ഇഞ്ച് ഈ കോർണറിൽ നിന്നും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് താഴെ ഇതുപോലൊരു കർവ് ഷേപ്പ് കൊടുക്കുക. അപ്പൊ ഈ കർവ് ഷേപ്പ് ഇവിടെ കൊടുത്തില്ലെങ്കിൽ സൈഡ് തൂങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇത് ഇടുമ്പോൾ. സോ അതിനുവേണ്ടിയാണ് ഈ കർവ് ഷേപ്പ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാക്ക് നെക്ക് ലൈൻ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോർഷൻ ഒന്ന് മടക്കിയിടുക. എന്നിട്ട് ഫ്രണ്ട് ആംഹോൾ കർവ്, അതായത് 2 പീസ് ഉണ്ട് ഫ്രണ്ട് അല്ലെ, അപ്പൊ ആ ഫ്രണ്ട് ആംഹോൾ കർവ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അടുത്തത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ബാക്കിയുള്ള ഫാബ്രിക് എടുത്ത് ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കിയിടുക. മടക്കിയിടുമ്പോൾ എപ്പോഴും റോങ് സൈഡിലേക്ക് വേണം മടക്കിയിടാനായിട്ട്. ഇനി നോക്കി, ഈ മേൽഭാഗം അൺഇവൻ ആണ് കിടക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പൊ മെഷർമെന്റ്സിന് ഈ ലൈൻ തൊട്ട് താഴോട്ട് വേണം വരയ്ക്കാനായിട്ട്. ആദ്യം നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. സോ സ്ലീവ് ലെങ്ത് 20 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അങ്ങനെ 21.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഓപ്പൺ സൈഡിലോട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക ഈ ലൈൻ. അതിനുശേഷം നമ്മൾ ഇനി ആം ഹോൾ ലെങ്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും അകത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം കണ്ടോ, ഈ കോർണറും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ പോയിന്റും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ശേഷം ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇത് ബാക്ക് ആംഹോൾ കർവ് ആണ്. പിന്നെ ഫ്രണ്ട് ആംഹോൾ കർവ് ഇതേപോലെ ഒന്ന് കുഴിച്ച് ഒരു S ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ സ്ലീവ് ലൂസ് മാർക്ക് ചെയ്യുക. എൻ്റെ സ്ലീവ് ലൂസ് 6 ഇഞ്ചാണ്. സോ അതിൻ്റെ പകുതി 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ലൂസും കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. ശേഷം ഈ 2 പോയിന്റും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇതിനുശേഷം സെൻറ്റർ മാർക്ക് ചെയ്യാൻ നോച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ കണ്ടോ, ഇത് നിവർത്തിട്ടിട്ട് നമ്മൾ ഫ്രണ്ട് ആംഹോൾ കർവ് കട്ട് ചെയ്തില്ലായിരുന്നു. സോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് 2 എണ്ണം ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ അത് ഇതെടുക്കുക. ഇത് നമ്മൾ നല്ല വശം മുകളിലാകുന്ന രീതിയിൽ ഒന്ന് വിരിച്ചിടുക. അപ്പോൾ ഞാനിത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ 2 ലൈൻസ് കാണാം. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് വരച്ച സമയത്ത് ഒരു 2 ഇഞ്ച് വിട്ട് എടുത്ത് നമ്മൾ ഫ്രണ്ട് പീസിൽ വരച്ചു കൊടുത്തായിരുന്നു. ആ സെയിം ലൈൻ തന്നെ 2 ഇഞ്ച് വിട്ട് എടുത്ത് ഞാൻ നല്ല സൈഡിൽ വരച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അത് എളുപ്പമുണ്ട് നമുക്ക് അങ്ങനെ വരയ്ക്കുമ്പോൾ. പിന്നെ ഇതുപോലെ പൈപ്പിംഗ് എടുക്കുക. നമ്മൾ റെഡിമെയ്ഡ് പൈപ്പിംഗ് ഞാൻ വാങ്ങിച്ചു. ഇത് ആ ലൈനിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഓപ്പൺ സൈഡിൽ നിന്നും 2 ആയിട്ടൊന്ന് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ പൈപ്പിങ്ങിന്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതെങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ആ മടക്കിയിരിക്കുന്ന ആ പോർഷൻ നമ്മൾ ബാക്ക് സൈഡിലോട്ട് വെക്കുക. റോങ് സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ട് മേൽഭാഗത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക.
അപ്പോൾ ഇതാ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് റോങ് സൈഡിലോട്ട് ടേൺ ചെയ്യുക. കണ്ടോ ഈ ഭാഗമില്ലേ, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ. ഇനി ബാക്ക് പാർട്ട് എടുക്കുക. ഇത് നല്ല വശമാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിൽ നെക്കിൽ ക്രോസ് പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് നെക്ക് ലൈനിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നെക്ക് ലൈനിൽ ഇതുപോലെ മടക്കി ക്രോസ് പീസ് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പം ഇതുപോലെയാണ് നിൽക്കുന്നത്. ഇനി നമ്മളിതാ ഈ ഭാഗത്ത് കണ്ടോ, ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ബാക്ക് പാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വശത്താണ് കിടക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പം രണ്ട് നല്ല വശവും അഭിമുഖമായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഷോൾഡർ പോർഷൻ കണ്ടോ, നമ്മൾ ഈ നെക്ക് ലൈൻ തയ്ച്ച് ഇത് പുറത്ത് നിൽക്കണം. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നമ്മളിത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്ത് ഇതും അതേപോലെ തന്നെ ഇതേപോലെ വെച്ച് കൊടുത്ത് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടോ, ഈ പടി നമ്മൾ ബാക്ക് പീസിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ക്രോസ് പീസിൻ്റെ ഈ ഭാഗം അകത്തേക്ക് ഇതേപോലെ മടക്കി അതിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഇനി സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ റോങ് സൈഡിൽ ഇട്ട് കൊടുക്കുക. ശേഷം അകത്തേക്ക് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ലേസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലേസ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഇതേപോലത്തെ ഒരു ലേസാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ടറ്റത്തും ഈ തുണി ഇങ്ങനെ പുറത്തേക്ക് നിൽപ്പുണ്ട്. അതൊന്ന് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ ലേസ് വെക്കുന്നത് സീം അലവൻസ് കഴിഞ്ഞുള്ള ഭാഗത്ത് വേണം, അല്ലെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഷോൾഡർ ലൈനിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം അഭിമുഖമായിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. ആദ്യമേ നമ്മൾ രണ്ടിൻ്റെയും ഫ്രണ്ട് ആം ഹോൾ കർവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം സെൻറ്ററിൽ വന്ന് വീണ്ടും ബാക്ക് ആം ഹോൾ കർവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം സ്ലീവ് തുടങ്ങി ഇതിൻ്റെ സൈഡ് കണ്ടോ, ഈ ഭാഗം തുടങ്ങി ഇതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കണം. അതായത് ഇതിൻ്റെ അടിഭാഗം ഒരേപോലെ ആക്കിയതിന് ശേഷം അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഷ്രഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ആ കുർത്തിയുടെ കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു എലഗൻറ്റ് ലുക്കാണ്. പിന്നെ ഇതിൻ്റെ കുർത്തിയുടെ കൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ഈ പാൻറ്റ് അത് നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.